ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ചേർന്നിട്ട് മുതിർശ്ശി ചെക്ക് ഡാം കാണാനായിട്ട് പോവാണ് കേട്ടോ. താഴെ ഫ്രണ്ട് വന്നിരുന്നു. അപ്പോൾ ഫ്രണ്ടാണ് പറഞ്ഞത് നമുക്ക് ഡാം കാണാൻ പോകാമെന്ന്. അപ്പോൾ റിച്ചിട്ടിന് നീന്തൽ പഠിപ്പിക്കാമെന്ന് കൂടി ഞങ്ങൾ വിചാരിച്ചിട്ടോ. അപ്പോൾ അതിനുള്ള സെറ്റപ്പിലാട്ടോ ഞങ്ങൾ പോയത്. അപ്പോൾ ഞങ്ങൾ റെഡി ആയി വന്നപ്പോൾ ആളെ കുറേ വിളിക്കുന്നുണ്ട്, പക്ഷേ ആൾ കേൾക്കുന്നുണ്ടോ ഗ്യാസ് ഫുൾ ഫോക്കസ് ഫോണിൽ തന്നെയാണ് കേട്ടോ. റിച്ചിട്ടിൻ്റെ ചങ്കാണ് കേട്ടോ ഫർഷാദ്, താഴെ ഫ്രണ്ട്. അവൻ്റെ എല്ലാ കുസൃതികൾക്കും കളികൾക്കൊക്കെ നിന്ന് കൊടുക്കും കേട്ടോ. അപ്പോൾ അവന് വളരെ ഇഷ്ടമാണ് കേട്ടോ ഫർഷാദിനെ. ഫർഷാദാണ് പേര്. അപ്പോൾ ഞങ്ങൾ ഗേറ്റ് കടന്ന ശേഷം ഒരു കാറിൽ തന്നെ റോഡിൽ തന്നെ നിൽക്കുന്നുണ്ട്. പോകാനുള്ള വഴിയില്ല കേട്ടോ. അപ്പോൾ കുറേ ഹോണൊക്കെ അടിച്ച് നോക്കി, പക്ഷേ ആൾ വരുന്നില്ല. പിന്നെ താട്ടം പോയി നോക്കിയിട്ടോ, പിന്നെ ആൾ കാണാനില്ല, അവിടെ ആരും കാണാത്തതുകൊണ്ട് ഞങ്ങൾ വണ്ടി ബാക്കിലേക്ക് തിരിച്ചിട്ട് മേലെ കൂടെ റോഡുണ്ട് കേട്ടോ. പക്ഷേ അവിടെ ആകെ കാടും പൊന്തൊക്കെ പിടിച്ച് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കൂടെ പോകാൻ കുറച്ച് ടാസ്ക് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ അത് കൂടെ പോയത്. പിന്നെ വഴിയില്ല, പിന്നെ കുറേ നേരം കാത്തുക്കണ്ടായിരുന്നു. ഒന്നാമത് ഞങ്ങൾ വൈകുന്നേരത്താണ് ഈ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആ കാട്ടുകൂടെയൊക്കെ കടന്ന് അങ്ങനെ വന്നു. പിന്നെ എൻ്റെ സ്ഥിരം വൈബായിട്ടുള്ള ആകാശനാണ് എന്തായാലും ഷൂട്ട് ചെയ്തിട്ടോ. എൻ്റെ പല വീഡിയോയിലും കാണാം കേട്ടോ ഞാൻ ഈ ആകാശം കാണിക്കണത്. ഇവിടെ എത്തിയുള്ള വൈബാണ് കേട്ടോ, പൊളിയാണ്, സൂപ്പറാണ്, അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ടൗണിലേക്ക് എത്തി. റിച്ചിട്ടോട് പറഞ്ഞു വീഡിയോ എടുക്കണില്ല നോക്കിയായിരുന്നു കേട്ടോ. അവന് ക്യാമറയൊക്കെ നോക്കൂല കേട്ടോ, ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാൽ. അവന് പറ്റിച്ചേന്ന് പറഞ്ഞിട്ട് പിന്നെ നോക്കി കേട്ടോ. പിന്നെ അതിന് ശേഷം റിച്ചിട്ടൻ അവന് ചങ്ങിനടുത്തേക്ക് പോയിട്ടോ, മുന്നിലിരിക്കാൻ വേണ്ടിയിട്ട്. പോണ വഴി നല്ല പാടങ്ങൾ പച്ചപ്പായി നിൽക്കുകയാണ്, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. അതിന് ശേഷം നമ്മൾ മുതിർശ്ശി എത്താനായിട്ടോ. അതിന് മുന്നേറ്റൊരു ആൽമരം കണ്ടിട്ടോ, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അതിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു അമ്പലം ഉണ്ട് കേട്ടോ. ഇത് തിരിച്ചു വരുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഈ അമ്പലം കാണാൻ. പക്ഷേ ഷൂട്ട് ചെയ്യാൻ മാത്രം പറ്റിയില്ല കേട്ടോ. നല്ല വളക്കൊക്കെ കാട്ടിയിട്ട് നല്ല ഭംഗിയിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ തന്നെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ, കുളിക്കാനും കളിക്കാനും വണ്ടി കഴുകാനായിട്ട് കുട്ടികളായിട്ടും കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ, വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. രസമായിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഡാം കാണാനായിട്ട്. റിച്ചിട്ടിനത് കണ്ടപ്പോൾ നല്ല പൊലിവായിരുന്നു കേട്ടോ വെള്ളം കണ്ടപ്പോൾ. പക്ഷേ ആൾ വെള്ളത്തേക്ക് മാത്രം ഇറങ്ങില്ല എന്നുള്ളൂ കേട്ടോ, വെള്ളത്തിൽ പേടിയാണ് കേട്ടോ ഒന്നാമത്. അപ്പോൾ എന്തെങ്കിലും ഈ പുഴയിലൊക്കെ പോകുമ്പോൾ ഇങ്ങനത്തെ ചെടി കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഡാം, നല്ല ഭംഗിയായിട്ട് കാണാൻ. ഹോളിൽ കൂടെ ഇങ്ങനെ വെള്ളം വന്ന് ചാടുന്ന കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയാം കാണാൻ, അടിപൊളിയാണ് കേട്ടോ. നിങ്ങളെവിടെ ഉണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കില്ല കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ എന്താ പറയുക, നല്ല ഭംഗിയാണ്. എനിക്ക് എന്തായാലും ഇറങ്ങണമെന്നുണ്ട്, രണ്ട് മനസ്സോടെ നിൽക്കുക കേട്ടോ. അത് കണ്ടപ്പോൾ എനിക്ക് തല ചുറ്റണ പോലെ തോന്നി കേട്ടോ, ഒരു പേടി ഉള്ളിൽ വന്നിട്ടോ. അതിന് ശേഷം താട്ടനും ഫ്രണ്ടും കൂടി വള്ളത്തിലേക്ക് ഇറങ്ങിട്ടോ. എന്നിട്ട് റിച്ചുട്ടിനെ വള്ളത്തിലേക്ക് ഇറക്കാൻ വേണ്ടി കുറേ നോക്കി. റിച്ചുട്ടൻ വിടണേ ഇല്ല, വള്ളത്തിൽ കാല് വെക്കണേനല്ലോ അല്ല, ഉടമ്പൊക്കെ പുളമേ തൊട്ടി പിടിച്ചിരിക്കില്ലേ, വലിച്ചാലും വരില്ലാത്ത രീതിയിൽ അതേപോലെ റിച്ചുട്ടൻ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ റിച്ചിട്ട് വള്ളത്തിലേക്ക് ഇറങ്ങണേയില്ല, ഞാൻ ഇല്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ ഈ പാർട്ട് 1 ഇനി അടുത്ത പാർട്ട് കാണാം. ഓക്കെ, ബൈ ഗായ്സ്, 2ാം പാർട്ടിൽ വരാം.